സുഭദ്ര കേസിൽ പ്രതികളെ തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. നേരത്തെ കോടതിയിൽ നാടകീയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കസ്റ്റഡി അപേക്ഷ പോലീസിന്റെ അനുവദിച്ചുകൊണ്ടാണ് ഇപ്പോൾ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. അവരെ തെളിവെടുപ്പിനായി എത്തിയിരിക്കുന്ന ദൃശ്യങ്ങളിലേക്കാണ്. രഘുനാഥ് ചേരുന്നുണ്ട്. രഘു, പോലീസിന്റെ അടുത്ത നടപടിയാണ് ഇനി തെളിവെടുപ്പ് പൂർത്തിയാകുക. സംഭവ സ്ഥലത്ത് കൃത്യം ഏത് രീതിയിലാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കാണിച്ചു നൽകുക എന്നുള്ളത്. പ്രതികൾ സഹകരിക്കുന്നുണ്ടോ? തെളിവെടുപ്പ് ആരംഭിച്ചുവോ? തെളിവെടുപ്പ് ആരംഭിച്ചു. കൊലപാതകം നടന്ന കോർത്തുശ്ശേരിയിലെ വാടക വീട്ടിലാണ് മാത്യൂസിനെയും ശർമിളയെയും എത്തിച്ചിരിക്കുന്നത്. ഇവിടെ സുഭദ്രയെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇതിനുശേഷം മാത്യൂസ് സുഭദ്രയെ കൊല്ലാൻ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന തലയിണ വീടിൽ നിന്ന് അല്പം മാറി ഒരു ചതുപ്പിൽ നിന്ന് പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട്. ഇനിയും സുഭദ്രയെ കൊലപാതക സമയത്ത് സുഭദ്ര ഉപയോഗിച്ച വസ്ത്രങ്ങളും ഒപ്പം തന്നെ ഇവരുടെ ഫോണും ഈ കൃത്യസമയത്ത് കൊലപാതകം നടന്ന സമയത്ത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളുമൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ പിറകിലായിട്ട് തെങ്ങിൻ്റെ ചോട്ടിൽ എന്തോ വസ്തു കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അവിടെ മണ്ണ് മാറ്റി പരിശോധനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം കോർത്തുശ്ശേരിയിൽ ശേഷം ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ഇതിന് പിന്നാലെ ഇന്ന് തന്നെ കർണാടക ഉടുപ്പിയിലേക്ക് പ്രതികളുമായി അന്വേഷണ സംഘം തെളിവെടുപ്പിനായി പോകും. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ കഴിഞ്ഞതും സുഭദ്രയുടെ സ്വർണം ആഭരണങ്ങളിൽ ചിലത് വിറ്റതും ഉടുപ്പിയിലാണ്. കർണാടകയിലെ മണിപ്പാൽ അടക്കമുള്ള സ്ഥലത്താണ്. അവിടെ നിന്ന് CCTV ദൃശ്യങ്ങൾ, ജ്വല്ലറിയിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിരുന്നു. ഇതിനുശേഷമായിരിക്കും ആലപ്പുഴയിലെ ജ്വല്ലറിയിലടക്കം എത്തിച്ച് തെളിവെടുക്കുക. എന്തായാലും കേസിൽ 3 പേരാണ് അറസ്റ്റിലായിട്ടുള്ളത്. ശർമിള, ഭർത്താവ് മാത്യൂസ്, ഒപ്പം തന്നെ ഇവരുടെ സുഹൃത്തും. ശർമിളയെയും മാത്യൂസിനെയും മാത്രമേ നിലവിൽ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളൂ. പിന്നാലെ മാത്രമേ സുഹൃത്തിനെ കസ്റ്റഡി. ഇയാൾക്ക് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ അനുമാനം. പ്രതികളുടെ മൊഴിപ്രകാരമാണെങ്കിൽ സുഭദ്രയുടെ സ്വർണവും പണവും തട്ടിയെടുക്കാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. മയക്കി കിടത്ത ശേഷം സ്വർണം അഴിച്ചു മാറ്റി സ്വർണം തട്ടിയെടുത്തതിന് ശേഷം അതിന് സമാനമായ രീതിയിലുള്ള മുക്കുപണ്ടം ഇട്ടുകൊടുക്കാൻ വേണ്ടിയായിരുന്നു പ്രതികൾ തീരുമാനിച്ചിരുന്നത്. ഇതനുസരിച്ച് മുക്കുപണ്ടം വാങ്ങുകയും ചെയ്തു. മയക്ക് പല ദിവസങ്ങളിലായി മയക്ക് മരുന്ന് നൽകി സുഭദ്രയെ മയക്കി. ഇതിനുശേഷമാണ് ഓരോരോ ആഭരണങ്ങളായിട്ട് ഊരിയെടുത്തത്. ഒരു ഘട്ടത്തിൽ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന സുഭദ്ര വള നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും പോലീസിൽ പരാതി നൽകുകയും വേണം എന്ന് ശർമിളയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ശർമിള ഇതിന് തയ്യാറായില്ല. പിന്നീട് ഒരു ഘട്ടത്തിൽ മക്കളെ വിളിച്ചു പറയും സ്വർണം നഷ്ടമായ കാര്യം എന്ന് സുഭദ്ര പറഞ്ഞതിനെ തുടർന്നാണ് മയക്കി കിടത്തിയതിനു ശേഷം ശ്വാസം മുട്ടിച്ചും മർദ്ദിച്ചും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പ്രതികളുടെ മൊഴി. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുഭദ്ര കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവെടുപ്പ് നടക്കുകയാണ്. രഘു വീണ്ടും ചേരുന്നുണ്ട്. രഘു, പ്രതികളിപ്പോൾ സഹകരിക്കുന്നുണ്ട്. കാരണം ക്രൂരമായ കൊലപാതകമാണ്, ഒരുപാട് ചുരുളുകൾ അഴിയേണ്ടതാണ്, ശാസ്ത്രീയ തെളിവുകളൊക്കെ ശേഖരിക്കണം. അങ്ങനെ ഇനി പ്രതികളെ മറ്റിടങ്ങളിലേക്ക് കൂടി അവർ ഈ സ്വർണ്ണാഭരണങ്ങളടക്കം കവർന്ന് വിറ്റ സ്ഥലത്തേക്ക് ഉടുപ്പിയിലേക്കടക്കം കൊണ്ടുപോകണം. അപ്പോൾ പ്രതികൾ സഹകരിക്കുന്നുണ്ടോ? സഹകരിക്കുന്നുണ്ട്. പക്ഷേ ശർമിള ഇടയ്ക്കിടയ്ക്ക് വളരെ നാടകീയമായ രംഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നു. കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ ശർമിള നടത്തിയ പ്രതികരണമാണ്. ഇതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് വളരെ സന്തോഷത്തോടെയും മാത്യൂസിനോട് തമാശകൾ പറഞ്ഞും പോലീസുകാരോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് നിന്നിരുന്ന ശർമിള കോടതിക്ക് പുറത്തേക്ക് വന്നപ്പോൾ മാധ്യമങ്ങളുടെ ക്യാമറ കണ്ടപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു. ഞാനല്ല ഈ കൊലപാതകം ചെയ്തത്, അമ്മയെ ഞാനങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാണ് ശർമിള കരഞ്ഞത്. എന്തായാലും അത് സ്വാഭാവികമായി തന്നെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. കാരണം കൊച്ചിയിൽ നിന്ന് കാണാതായ സുഭദ്ര എത്തിപ്പെട്ടത് ശർമിളയുടെയും മാത്യൂസിൻ്റെയും അടുത്താണ്. ശർമിളയും മാത്യൂസുമായി വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പമുണ്ട് സുഭദ്രയ്ക്ക്. എന്ന് മാത്രമല്ല ശർമിളയും സുഭദ്രയും ഒന്നിച്ച് പലയിടങ്ങളിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. എന്തായാലും ശർമിളയുടെയും മാത്യൂസിൻ്റെയും വീട്ടിൽ വെച്ചാണ് സുഭദ്ര കൊല ചെയ്യപ്പെടുന്നത്. ഇവരുടെ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ പിറകുവശത്ത് നിന്നാണ് മാസങ്ങൾ പഴക്കമുള്ള മൃതദേഹം വീണ്ടെടുത്തതും. അതുകൊണ്ട് കൊലപാതകത്തിൽ ഇവർക്ക് പല അറിവില്ല എന്നൊക്കെ
വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പക്ഷേ അന്വേഷണ സംഘത്തൊക്കെ പോലീസ് ഈ അന്വേഷണ സംഘത്തോട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതികളെ 8 ദിവസത്തേക്കാണ് പോലീസിന് കസ്റ്റഡിയിൽ വിട്ടു നൽകിയത്. പ്രതികളുമായി ഇപ്പോൾ ആ വീടിൻ്റെ അകത്ത് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസിലാണ് ഇപ്പോൾ സുഭദ്ര വധക്കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ സംഭവ സ്ഥലത്ത് എത്തിച്ച് എന്റെ അമ്മ പറഞ്ഞോണ്ടുണ്ടായിരുന്നു നല്ല വീക്കെ കുറെ സമയം കേരളത്തെ നടുക്കിയ സുഭദ്ര കൊലപാതക കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ശർമിളയെയും മാത്യൂസിനെയും സംഭവ സ്ഥലത്തെത്തിച്ചുകൊണ്ട് പോലീസ് തെളിവെടുക്കുകയാണ്.